राम नाम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम तेरा पूरन हो सब काम तेरा पूरन हो सब काम भजले राम नाम सुखधाम भजले राम नाम सुखधाम। ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാനീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ദിവസങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലത്തേക്കാണ്. ഏതാ സ്ഥലം എന്നൊക്കെ ചിലപ്പോൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് കാണും. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പാപ്പൻ്റെ മകളുടെ ചോറൂണിനാണ് ഞാൻ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ട് പോയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് പോവാനായിട്ട് അവസരം കിട്ടിയിരിക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പം ഞാനീ പോകുന്നത് എൻ്റെ തന്നെ ആവശ്യത്തിനാണ്, അതായത് 8 പിറക്കാനാണ്. 7-ാം മാസത്തിൻ്റെ അവസാനത്തോടു കൂടെയാണ് 8 പിറക്കാനായിട്ട് പോവുക. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായി. പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ചന്ദനക്കാവ്. 10-14ഓളം ഏക്കർ കാടിന് നടുക്കാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ 18ഓളം പ്രതിഷ്ഠകളാണ് കുടികൊള്ളുന്നത്. ഐതിഹ്യപ്രകാരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ ഉപാസനമൂർത്തിയാണ് ചന്ദനക്കാവിലമ്മ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ ഇല്ലത്തെ മച്ചിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദേവിയെ വാതരോഗം പിടിപെട്ട് ഗുരുവായൂർക്ക് പോകുന്ന വഴി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം. മുന്നേ പറഞ്ഞതുപോലെ തന്നെ 8 പിറക്കാൻ ചെന്നതായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകതരം വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ റെസിപ്റ്റ് ആക്കി ഭഗവതിക്ക് സമർപ്പിച്ചതിന് ശേഷം ഈറ്റില്ലത്തമ്മയുടെ അടുത്തേക്ക് ചെന്നു. സുഖപ്രസവത്തിനും ഗർഭരക്ഷയ്ക്കും സന്താന ഭാഗ്യത്തിനുമെല്ലാം ഗർഭരക്ഷാംബികയായിട്ട് കുടികൊള്ളുന്ന ദേവിയാണ് ഈറ്റില്ലത്തമ്മ. ഇവിടെ പ്രധാനമായും കൊടുക്കേണ്ടത് കറുത്ത പട്ടാണ്. ഈവനിങ് സമയം ചെന്നതുകൊണ്ട് തന്നെ ഞങ്ങളായിരുന്നു ആദ്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് ചെന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതാ ഈ ഒരു തിരി തെളിയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദേവിക്ക് കറുത്ത പട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ സുഖപ്രസവം നടക്കുമെന്നും ഒരാപത്തും ഇല്ലാതെ എല്ലാം ഭംഗിയായി കഴിയുമെന്നുമാണ് പറയപ്പെടുന്നത്. 8 പിറക്കാൻ പോകുന്നവർ 7-ാം മാസത്തിന്റെ അവസാനത്തോടു കൂടെയാണ് പോയി ഈ വഴിപാടുകളും മറ്റും ചെയ്യേണ്ടത്. ഇനി അങ്ങോട്ട് കാടിന് നടുവിലൂടെ സഞ്ചരിച്ചു വേണം മറ്റു പ്രതിഷ്ഠകളുടെ അടുത്തെത്താനായിട്ട്. ഈ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് കടന്നാൽ തന്നെ നിറയെ നമുക്ക് കാണാൻ പറ്റുന്നത് വവ്വാലുകളെയാണ്. ഏതൊരാവശ്യത്തിനും ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒരു തപ്പിപ്പിഴയുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു തരാനായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവർ നമ്മുടെ കൂടെ വന്ന് എല്ലാം കാണിച്ചു തരികയും എല്ലാം പറഞ്ഞു തരികയും ചെയ്യും. ഇനി നമ്മൾ നേരെ പോകുന്നത് അയ്യപ്പ ക്ഷേത്രത്തിലോട്ടാണ്. 18 പ്രതിഷ്ഠകളോളമാണ് ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിലുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ചന്ദനക്കാവിലമ്മ, ദേവിദാസനായ യവനിഷ്, ഈറ്റില്ലത്തമ്മ, കാരായ ഭഗവതി, അയ്യപ്പൻ, വള്ളിക്കാവിലമ്മ, ഗണപതി, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സരസ്വതി, സുബ്രഹ്മണ്യൻ, വേട്ടക്കാരൻ, കീഴേക്കാവിൽ ഭഗവതി, മഹാവിഷ്ണു. ഇത്രയും പ്രതിഷ്ഠകളും അതിനു പുറമെ മേൽപ്പത്തൂർ വരച്ചതാണ് എന്ന ഐതിഹ്യത്തിൽ പറയുന്ന ഗരുഡാരൂപനായ കൃഷ്ണന്റെയും ഗണപതിയുടെയും 2 ചിത്രങ്ങളും കാണാം. അതും ചേർത്താണ് 18 പ്രതിഷ്ഠകൾ. ഈ ചിത്രങ്ങൾക്ക് ഇപ്പോഴും നിവേദ്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ശ്രീകോവിലിൽ തന്നെ 5ഓളം പ്രതിഷ്ഠ ഉള്ളതാണ്. ഈ ഒരു ശ്രീകോവിലില് വിദ്യാരൂപിണിയായ സരസ്വതി, ഗണപതി, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ അങ്ങനെ 5 പ്രതിഷ്ഠകളാണ് കുടികൊള്ളുന്നത്. അതങ്ങനെ മറ്റെവിടെയും കണ്ടുവരുന്ന ഒരു പ്രത്യേകതയല്ല. അത് കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ പോകുന്നത് മറ്റൊരു ശ്രീകോവിലിലേക്കാണ്. ആദ്യമായിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ എവിടെ ആദ്യം പ്രാർത്ഥിക്കണം, എന്ത് വഴിപാടുകൾ കൊടുക്കണം എന്നൊക്കെ ഒരു സംശയം ഉണ്ടായേക്കാം. പക്ഷേ അവിടെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ഈ ഒരു ക്ഷേത്ര പരിസരത്തിനകത്തോട്ട് കടക്കുമ്പോൾ തന്നെ നമുക്കെന്തോ മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച ഒരു അനുഭൂതിയാണ്. പറയാതിരിക്കാൻ പറ്റില്ല.
അത്രയ്ക്കും മനോഹരവും അത്രയ്ക്കും ഒരു പോസിറ്റീവ് വൈബുമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രം. നിറയെ പൂക്കളും കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഉദ്യാനമൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അമ്പലത്തിനകത്തോട്ടുള്ള വിഷ്വൽസ് ഒന്നും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാലും നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി നേരെ വന്നു. കീഴേക്കാവ് ഭഗവതിയെയും വേട്ടക്കാരനെയും പ്രാർത്ഥിച്ച് ഇനി നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ വള്ളിക്കാവിൽ അമ്മയെ കാണാം. വള്ളിക്കാവിൽ ഭഗവതി. നിറയെ വള്ളികൾക്ക് നടുവിൽ പ്രകൃതീശ്വരീഭാവം നിലകൊള്ളുകയാണ്. നിറയെ വള്ളികൾക്ക് താഴെ തെളിയിച്ചു വെച്ചിരിക്കുന്ന ദീപം വള്ളിക്കാവിലെ അമ്മയായിട്ട് മാറുകയാണ്. ശ്രീകോവിലിനകത്തെയും പുറത്തെയും വിഷ്വൽസ് ഒന്നും അധികം ക്ലോസപ്പിൽ എടുക്കാത്തത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ അലൗഡാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ക്യാമറയിലോ സേവ് ദ ഡേറ്റോ അതുപോലത്തെ ഷൂട്ട്സൊക്കെ എടുക്കണമെങ്കിൽ ഓൾറെഡി പെർമിഷൻ വാങ്ങണം. മൊബൈൽ ഫോണിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കുന്നതിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല. ഇതാണ് മെയിനായിട്ട് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രി. നമ്മൾ ബാക്ക് വശത്താണ് കാറ് പാർക്ക് ചെയ്തിട്ട് വന്നത്, അതുകൊണ്ടാണ് ഈ ഒരു വിഷ്വൽ ഇപ്പോൾ കാണിക്കുന്നത്. ചുറ്റും കാടുകളും വള്ളികളും നിറയെ വവ്വാലുകളുടെയും പലതരം കിളികളുടെയും സൗണ്ടൊക്കെയാണ് ഇതിനകത്തോട്ട് കടക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ക്ഷേത്രത്തിനകത്തോട്ട് കയറിയപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിനകത്തുള്ള വിഷ്വൽസ് എടുക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി വിഷ്വൽസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവും. കാരണം ഇത് ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് ആക്രമിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പഴമ നിറഞ്ഞ കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്. ഇവിടെ വന്ന് കാണുമ്പോഴാണ് അത് മനസ്സിലാവുക. ചന്ദനക്കാവ് ശരിക്കും ഒരു ഗംഭീര അത്ഭുതം തന്നെയാണ്. ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഒത്തിരി മാറ്റങ്ങളൊക്കെ ക്ഷേത്രങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും ആ പഴമയോട് കൂടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പല കാര്യങ്ങളും അറിയുമ്പോഴും കാണുമ്പോഴും നമുക്ക് അതിശയത്തിനു പുറമെ അത്ഭുതമാണ് തോന്നിപ്പോകുന്നത്. നമുക്ക് പ്രധാന ശ്രീകോവിലിൽ നടത്തിയ ഒരു വഴിപാട് കിട്ടാനുണ്ടായിരുന്നു. മറ്റെല്ലായിടത്തും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ആ ഒരു സമയത്തേക്ക് വഴിപാട് തയ്യാറാക്കി വെക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കാനായിട്ട് വീണ്ടും ശ്രീകോവിലേക്ക് വന്നേക്കുവാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേവിയുടെ കൂടെ തന്നെയാണ് യവനിക്ഷും സ്ഥിതി ചെയ്യുന്നത്. ചന്ദനക്കാവിലമ്മ വലത്തുഭാഗത്തും ദേവീദാസനായ യവനിഷ് ഇടത്തുഭാഗത്തും ഒരേ പീഠത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അധികം ആരും അങ്ങനെ എത്താത്തത് കൊണ്ട് തന്നെ നല്ല സമാധാനത്തോടു കൂടെ നമുക്ക് എല്ലായിടത്തും പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള ഒരു അവസരം ലഭിച്ചു. എന്തായാലും വരാൻ പ്രതീക്ഷിച്ച് തയ്യാറായിരുന്ന ദിവസങ്ങളിലൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും ഇത്ര വൈകിയാണ് എത്തിപ്പെടാൻ പറ്റിയെങ്കിലും നല്ല സമാധാനത്തോടു കൂടെയാണ് പ്രാർത്ഥിച്ചിറങ്ങാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാം പറ്റിയത്. ഇന്നത്തെ ഡേ എന്തായാലും ഒരു ബ്ലെസ്ഡ് ഡേ തന്നെയായിരുന്നു. ഈവനിങ് വന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാം നമുക്ക് നല്ല ഹറിബറി ഒന്നും ഇല്ലാതെ ചെയ്തു തീർക്കാനായിട്ട് പറ്റിയത്. ഇനി ഞങ്ങൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 6:30 6:45 ആ ഒരു സമയമായപ്പോഴേക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്താണ് ഈ ഒരു ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതാ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടന്നതിൻ്റെ സംതൃപ്തിയിലാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ തിരിച്ചു പോവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടാറ്റ.